ഇത് വിജയകുമാറിന് ശാപം തന്നെയാണ്, ഒരു സംശയവുമില്ല. അതായത് ചില ആൾക്കാരുടെ വെളിപ്പെടുത്തലുകൾ ഇപ്പോഴാണ് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എങ്ങനെയാണ് പണമുണ്ടാക്കിയത്, വിദേശത്ത് ജോലിയാണ്, വിദേശത്ത് ബിസിനസ്സാണ് എന്നെല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇദ്ദേഹം പണമുണ്ടാക്കിയത്, വിദേശത്തൊക്കെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പാട് പണമുണ്ടാക്കാൻ കഴിയോ എന്നൊക്കെയാണ് പലരുടെയും സംശയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു 2-3 തൊഴിലാളികൾ വിജയകുമാറിൻ്റെ കൂടെ ആദ്യകാലത്തുള്ള 4-5 വർഷമായിട്ട് അവരുടെ കൂടെ ജോലി ചെയ്ത 2 തൊഴിലാളികളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറയുന്ന ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വിജയകുമാർ നേരായ വഴിക്കൊന്നുമല്ല പൈസ ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കള്ളത്തരങ്ങളാണ്. അതായത് സൗദിയിൽ നിരോധിച്ച ചില ബീഡികൾ, അതുപോലെ തന്നെ തമ്പാക്കുകൾ, പിന്നെയെന്ന് പറഞ്ഞാൽ സോസേജ് ഉൽപ്പന്നങ്ങൾ, പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഡേറ്റ് കഴിഞ്ഞ മീനുകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റീപാക്ക് ആക്കിയിട്ട് ഈ പട്ടാളക്കാരുണ്ട്. അതായത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാഖ് കുവൈത്ത് യുദ്ധം വന്നപ്പോൾ ഒരുപാട് അമേരിക്കൻ പട്ടാളക്കാർ അവിടെ തമ്പടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ജോലിക്കാരായിട്ട് കുറേ ആൾക്കാരുണ്ട്. ഈ ജോലിക്കാർക്ക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമാണ് പറഞ്ഞ വിലക്ക് വിൽക്കുന്നത് എന്നാണ് ഒരു തൊഴിലാളി ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വെച്ചിട്ട് ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. അപ്പം അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകദേശം 5 ലക്ഷം റിയാലോളം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിന് ലഭിക്കേണ്ടതാണ്. പക്ഷേങ്കിൽ വിജയകുമാർ വിദഗ്ധമായിട്ട് ഈ തൊഴിലാളികളെ കബളിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് പോലും ഇൻഷുറൻസ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലാളിക്ക് കിട്ടേണ്ട ഒരു ഇത് നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോഴും ഒരാൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ ശാപങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതായത് ബിസിനസ് നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും നടത്താം, എല്ലാവരും എന്ന് പറഞ്ഞാൽ ലാഭത്തിന് വേണ്ടി തന്നെയാണ് ബിസിനസ് നടത്തുന്നത്. പക്ഷേ ഡേറ്റ് കഴിഞ്ഞ സാധനവും പിന്നെയെന്ന് പറഞ്ഞാൽ നിരോധിച്ച ഇതൊക്കെ വിൽക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമുക്കാവില്ല. അത് എങ്ങനെയെങ്കിലും പോകും എന്നുള്ളതാണ്. ഇപ്പോൾ വിജയകുമാർ എന്ന് പറഞ്ഞാൽ കോടീശ്വരനാണ്, കോടികളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് അതിനെക്കൊണ്ട് കാര്യം? അദ്ദേഹത്തിന് പോലും അത് ഉപകരിച്ചോ? അതുപോലെ തന്നെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞോ? മനസമാധാനം കിട്ടിയോ? ഒന്നും കിട്ടിയില്ലല്ലോ. 2017 മകൻ മരിച്ചില്ലേ? അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മകളുടെ കല്യാണം കഴിഞ്ഞ് അവൾ വിദേശത്തും പോയി. പിന്നീട് എന്ന് പറഞ്ഞാൽ വിജയകുമാറും ഭാര്യയും മാത്രമാണ് നാട്ടിൽ. അവർക്കതിനുള്ള സമാധാനം ഉണ്ടോ? എന്നിട്ട് അവസാനം നമ്മളെല്ലാവരും കണ്ടില്ലേ സംഭവിച്ചത്? ഒരാളെ പോലും ആ മനുഷ്യന് വിശ്വാസമില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരോടും മലയാളികളോടും പൊതുവെ പരമപുച്ഛമാണ്. ഞാനെന്തോ ഒരു വലിയ ആളാണ്, ഞാനെന്തോ ഒരു വലിയ കോടീശ്വരനാണ്, മരിച്ചിട്ട് അദ്ദേഹത്തെ പറ്റി കുറ്റം പറയുകയല്ല. പക്ഷേ ഇനിയെങ്കിലും ഇതുപോലെയുള്ള കോടീശ്വരന്മാരുണ്ടെങ്കിൽ അവരൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഏതാപത്തിലും നിങ്ങളെ രക്ഷിക്കാനൊന്നും ബംഗാളിയൊന്നും അല്ല വരിക, ഇവിടെയുള്ള മലയാളികൾ തന്നെയാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ പുച്ഛത്തോടു കൂടി മാറ്റി നിർത്തുമ്പോഴേ ഇല്ലെങ്കിൽ ഇനി അവരെന്തെങ്കിലും ചില പണക്കാർക്ക് ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽവാസികളൊന്നും ഇങ്ങോട്ട് കയറാൻ പാടില്ല. അതിന് ഇവരൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-12 വടി ഉയരത്തിൽ മതിലങ്ങ് കെട്ടിവിടും എന്നുള്ളതാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വല്ല കടവും ചോദിച്ചു വന്നാലോ? അതുപോലെ തന്നെ അവനുമായിട്ട് ഭാര്യയോട് പറയുന്നതേ ആ അയൽവാസി ഉണ്ടല്ലോ അവനുമായിട്ട് അധികം അങ്ങ് കമ്പനി വേണ്ടാട്ടാ. കാരണം എന്താ വെച്ചാൽ ഇവറ്റകളെയൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ പൈസ കൊടുക്കേണ്ടി വരും, കടം ചോദിക്കും, ഇതൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ കരുതരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉറക്കെ കരഞ്ഞാൽ ഇല്ലെങ്കിൽ ഒന്ന് കൂവിക്കഴിഞ്ഞാലെങ്കിലും ഇതുപോലെയുള്ള അയൽവാസികളുണ്ടെങ്കിൽ ഓടിയെത്തും എന്നുള്ളതാണ്. അല്ലാതെ അവരെ നിങ്ങൾ പിന്നെ അതോടെ മാറ്റി നിർത്തിയിട്ട് അവർ 5 പൈസ ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ട് അത് തന്നെയാണ് വിജയകുമാറിന് സംഭവിച്ചത്. വിജയകുമാറിൻ്റെ അയൽവാസികളായ ഒരുപാട് പേരോട് ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് കണ്ടു. അയാൾ ഒരാളുമായിട്ട് പോലും ടച്ചില്ല എന്നാണ് പറയുന്നത്. അയാൾ ഈ കോടികളെ മാത്രമാണ് സ്നേഹിച്ചത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂല്യവും ജീവിതത്തിൽ ഒരു മൂല്യവും നൽകിയില്ല എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പണമുണ്ടാക്കിയതോ അല്ലെങ്കിൽ സൗദിയെ കിടന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ടതോ ഇതൊന്നും നമുക്കൊരു പ്രശ്നവുമല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കൊടുത്ത മീനും അതുപോലെ തന്നെ അയാൾ കൊടുത്ത ബീഡിയും അയാൾ കൊടുത്ത ഇതുപോലെ തമ്പാക്കും ഇതൊക്കെ കൊണ്ട് നിരവധി ആൾക്കാർ നശിച്ചിട്ടുണ്ടാകും. സൗദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്, അതുപോലെയുള്ള മണ്ണാണ്. അവിടെ പലതും നടക്കുന്നുണ്ടാകും, ഒക്കെ ഇല്ലീഗലായിട്ട് നടക്കുന്നുണ്ടാകും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇങ്ങനെ നടത്തുന്നവരൊക്കെ ഒന്നുകിൽ അവിടുത്തെ ജയിലിൽ കിടന്ന് നരകിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ എന്തെങ്കിലും അസുഖമായിട്ടോ ഇല്ലെങ്കിൽ അവരുടെ പൈസ എങ്ങനെയെങ്കിലും പോയിട്ടോ ഇങ്ങനെയൊക്കെയാണ് അവരുടെ പൈസ പോകുന്നത്. അവിടെ നല്ല രീതിയിൽ കച്ചവടം ചെയ്തവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബർക്കത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിജയകുമാറിനെ പറ്റിയിട്ട് ഇതുപോലെ ഒരു 2-3 തൊഴിലാളികളാണ് ഇപ്പോഴും വന്നിങ്ങനെ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയകുമാർ ആൾ അത്ര ശുദ്ധനൊന്നുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികളെ തമ്മിലടിപ്പിക്കാൻ മിടുക്കനാണെന്ന്
എന്നാണ് വേറൊരു തൊഴിലാളി പറയുന്നത്. പിന്നെ ആ തൊഴിലാളിക്ക് ചെറിയൊരു ദേഷ്യം ബിജുകുമാറിനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തൊഴിലാളിയുടെ 40,000 റിയാൽ റൂമിൽ വെച്ച് കളവ് പോയി എന്ന് പറയുന്നു. അത് ബിജുകുമാറിനോട് പറയുന്നു. ബിജുകുമാർ പറഞ്ഞു, നീ എന്ത് ചെയ്താലും വേണ്ടിയില്ല, അതെനിക്ക് നിൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു ചെറിയൊരു വിഷമം അയാളുടെ ആ ഒരു വാക്കിലുണ്ട്. അതായത് ബിജുകുമാറെ നിനക്ക് അങ്ങനെ വേണടാ എന്നുള്ള ഒരർത്ഥം അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും പറയുകയാണ്, ആ ഒരു ബംഗാളിയെ കൊണ്ട് മാത്രം ഇത് പൊങ്ങില്ല. അതായത് ബംഗാളിക്ക് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ, അതായത് നമ്മുടെ നിയമവും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിമിനൽ ഇതിൻ്റെ അകത്ത് മറഞ്ഞിരിപ്പുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് തന്നെയാണ് മിക്ക ആൾക്കാരുടെയും വിശ്വാസം. ഒരു തരത്തിലും ഇത് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതായത് ഇവൻ ചെയ്തതായിരിക്കാം, ഇവൻ എല്ലാം ചെയ്തിട്ടുണ്ടാകാം, എന്നാലും ഇതിൻ്റെ പുറകിലൊരു ബുദ്ധി ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും കുറച്ചുകൂടി വിവരങ്ങൾ ബിജുകുമാറിൻ്റെ മകള് ഇപ്പോഴും വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെത്തിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നും കുറച്ചുകൂടി വിവരങ്ങൾ കിട്ടും. പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട്, അവരെ ഇനി ശരിക്കും പറഞ്ഞാൽ അവർ വളരെ സൂക്ഷിക്കണം. അതായത് അവരുടെ ജീവൻ ഇനി അപകടത്തിലാണ്. ഇതുപോലെ അവർക്ക് വല്ലതും സംഭവിക്കാം. അതായത് ഇത്രയും പണമുള്ള ഇത്രയും വലിയ കോടീശ്വരന് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ബിജുകുമാറിനോട് പകയാണ്, അല്ലെങ്കിൽ ബിജുകുമാറിനോട് ഇതാണ്, അതിനു വേണ്ടിയിട്ടാണ് കൊലപ്പെടുത്തിയത് എന്നൊക്കെ പറയുമ്പോഴും ഇത്രയും വലിയ സംവിധാനത്തിലും അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുരക്ഷയില്ലാന്നേ ഞാൻ പറയുള്ളൂ. ഇന്ന് മുതൽ എല്ലാവരും വാതിൽ തുറന്നിട്ട് കിടന്നാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വന്നിട്ട് പൊളിച്ചിട്ട് കഷ്ടപ്പെടണ്ടല്ലോ, അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിൻ്റെ ഉള്ളിൽ അതായത് ബിജുകുമാറും ഈ ബംഗാളിയും തമ്മിൽ ഒന്നുകിൽ എന്തോ ഒരു വലിയൊരു കണക്ഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ ഈ ബിജുകുമാറിൻ്റെ പല രഹസ്യങ്ങളും ഈ ബംഗാളിക്കറിയാം. അങ്ങനെയും ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് ഈ ബംഗാളിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പോലീസ്, നീ എന്തിനാണ് ഈ 2 പേരെയും ഇതുപോലെ വ്യവസ്ഥയാക്കിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നാളെ ഇപ്പോൾ ഈ കൊലപാതകം അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നാണം കെടുത്താം എന്ന് വിചാരിച്ചിട്ടാണെന്ന്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മറുപടിയാണോടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇതൊക്കെ ഒരു മറുപടിയാണോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കിടക്കാൻ പോകുമ്പോൾ ആ ഒരു രാത്രി ഉള്ള ആ ഒരു ഡ്രസ്സിലാണ് നഗ്നനായി പോയത് എന്ന് ചില ആൾക്കാർ പറയുന്നത്. പക്ഷെ ഇതൊന്നുമല്ല. ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ആദ്യത്തെ കാമുകിയെയും ഭാര്യയെയും ഇവരെയൊക്കെ ചോദ്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർക്കും പറയാനുണ്ടാകും, ആ വീട്ടിൽ നടന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കും പറയാനുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താ സംഭവം എന്ന് ഇപ്പോഴും കൃത്യമായിട്ട് വെളിയിൽ വന്നിട്ടില്ല. ഒരു ശമ്പളം കൊടുക്കാതേനോ 1000 രൂപ കുറഞ്ഞു പോയേനോ എനിക്ക് വിജയകുമാറിനെ മാത്രമേ കൊല്ലേണ്ടിയിരുന്നുള്ളൂ, അല്ലെങ്കിൽ സ്ത്രീയെ കൊല്ലേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ വിജയകുമാറിനോട് നീ വാടാ വിജയ എന്ന് വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഉള്ളതാണോടെ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ ഒരു തിരക്കഥ പ്ലാൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മലയാളികൾ ആരും ഇത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ലൈക്ക് തരാൻ ഒരു മടി പോലെ ഒരു ലൈക്ക്, ഇത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങളൊരു ലൈക്ക് അടിച്ചോ. അപ്പോൾ നന്ദി, നമസ്കാരം.